നോമ്പൊക്കെ എത്ര പെട്ടെന്നാണ് കഴിഞ്ഞത്. ഏതായാലും എൻ്റെ ഒരു കുഞ്ഞു നോമ്പിൻ്റെ വിശേഷങ്ങളുള്ള ഒരു വ്ളോഗാണ് കേട്ടോ ഇത്. ഇടാൻ ലേറ്റായതാണ്, എന്നാലും ഇതിവിടെ കിടന്നോട്ടെ. അപ്പോൾ ഇതാ രാവിലെ തന്നെ നേരത്തെ നമ്മൾ പ്രിപ്പറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെള്ളപ്പത്തിനുള്ള മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ ഉണ്ടാക്കി വെച്ച് നമ്മളിതാ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ സിപ്സിൻ്റെ ഷീറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഇറാനിപ്പോള ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതിനുള്ള ബാറ്ററൊക്കെ ഒഴിച്ച് അതിനും അതാ ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുത്ത് അതും അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ കലാപരിപാടികളാണ് കേട്ടോ. പിന്നെ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്തിരി പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനുമേക്കും സമൂസൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ മസാലയൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. എല്ലാ ഷേപ്പിലുള്ളതുണ്ട്. അപ്പോഴേക്കും ഇറാനിപ്പോളയും സെറ്റായിട്ടുണ്ട്. പിന്നെ പത്തിരി പരിപാടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളിതാ സമൂസയൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും രണ്ടാമത്തെ ഇറാനിപ്പോളയും സെറ്റായിട്ടുണ്ട് കേട്ടോ. ഒരു സൈഡിൽ നിന്ന് പത്തിരി പരുത്തുന്നു, ഒരു സൈഡിൽ നിന്ന് നമ്മൾ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വേഗം നമ്മൾ പരിപാടികൾ കഴിഞ്ഞുകൊണ്ടിരിക്കണം. ഇതാണ് ഞങ്ങളുടെ മേമ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ്. പിന്നെ ജ്യൂസൊക്കെ അടിച്ച് വെച്ചു. മാംഗോ ജ്യൂസ് ഉണ്ട്, ഗ്രേപ്പ് ജ്യൂസ് ഉണ്ട്. പിന്നെ പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇറാനിപ്പോളയൊക്കെ ഒന്ന് പീസാക്കി കട്ട് ചെയ്തും വെച്ചിട്ടുണ്ട്. ഇത് പൂളക്കറിയാണ്. അതിലേക്ക് തേങ്ങയൊക്കെ അരച്ച് ഒഴിച്ച് അതും സെറ്റാക്കി. കണ്ടില്ലേ, കിട്ടില്ല ഇറാനിപ്പോളയായിരുന്നു. പിന്നെ ഉണ്ടാക്കുന്നത് മന്തിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതും അരി വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അടുപ്പത്താണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ കുട്ടിപ്പട്ടാളം. ഇതിൻ്റെ കുഞ്ഞിപ്പാത്തു. ഇത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ കറിയിലേക്കൊക്കെ താളിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് തരിയിലേക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇത് മന്തിയിലേക്കുള്ള ചിക്കനാണ് കേട്ടോ. അത് നമ്മൾ മസാലയൊക്കെ വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോഴേക്കും തരിയൊക്കെ സെറ്റാക്കി. ഇനി നമ്മളൊരു അടുപ്പത്ത് ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിലേക്ക് ആദ്യം നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ചോറൊക്കെ ഒരു 90% വെന്തപ്പോൾ നമ്മളത് ഊറ്റിയിട്ടുണ്ട്. ചിക്കനും മാരിനേറ്റ് ചെയ്തത് ഒന്നും കൂടി നമ്മളൊന്ന് ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് സെറ്റായി വന്നപ്പം അതിലേക്ക് റൈസൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ ദം ഇടാൻ പോവാണ്. ഒരു കാണാനുള്ളൊരു മൊഞ്ചിന് വേണ്ടിയിട്ട് കുറച്ച് കളറും മഞ്ഞപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുഴിയൊക്കെ ഉണ്ടാക്കി സൈഡിൽ ഇതുപോലെ പച്ചമുളകൊക്കെ കുത്തി കൊടുക്കുക. നടുവിൽ ഇതുപോലെ കനലൊക്കെ വെച്ച് കൊടുത്താൽ നമ്മുടെ കിടിലം മന്തി സെറ്റാണ് അവിടെ. എങ്ങനെ നോക്കിയിട്ടും കണ്ടോ, പുക സൈഡിലൂടെ പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു വിധത്തിലാണ് അത് അവിടെ പിടിച്ച് വെച്ചിട്ടുള്ളത്. ഇതടുത്ത കുട്ടിപ്പട്ടാളം. പിന്നെ ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ ഷെഫ് ചെറിയ മേമൻ്റെ ആ കറക്കൽ നോക്കൂ, വെള്ളപ്പത്തിൻ്റെ. മാഷാ അല്ലാഹ്, നല്ല കിടിലനുള്ള. മേമനെ അടുത്ത് ഏതെങ്കിലും ഒരു ഹോട്ടലിലേക്ക് വിളിക്കുമെന്നാണ് തോന്നുന്നത് കേട്ടോ. അല്ലേ, അടിപൊളിയായിട്ട് മേമ വെള്ളപ്പൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. വെള്ളപ്പത്തിൻ്റെയൊക്കെ ചില ഐറ്റംസിൻ്റെ സ്പെഷ്യലിസ്റ്റാണ് കേട്ടോ മേമ. അതിലൊന്നാണ് ഈ വെള്ളപ്പം. അങ്ങനെ അതൊക്കെ സെറ്റാകുന്ന സമയത്തോടെ നമ്മളിത് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി. അതുപോലെ ജ്യൂസിലേക്ക് കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മളങ്ങനെ നേർപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് ചായക്ക് വേണ്ടി വെച്ചിട്ടാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ഗസ്റ്റ് ചക്കര. അങ്ങനെ ഓരോരോ ഐറ്റംസ് ആയിട്ട് വെച്ചു. ഇറാനിപ്പോളയുണ്ട്, ഉന്നക്കായുണ്ട്, സമൂസയുണ്ട്, ഫ്രൂട്ട്സ്, കാരക്ക, തരി, ജ്യൂസുകൾ, അങ്ങനെ എല്ലാം സെറ്റാണ്. ബാങ്ക് കൊടുക്കാനുള്ള സമയമാവുന്നതോറും നമ്മളിങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടായിരിക്കും കാത്തിക്കല്ലേ. ഇതൊക്കെ ഒന്ന് കഴിക്കണം, ഫുള്ള് കഴിക്കണം എന്നുള്ളൊക്കെ ഒരു ഇതിലായിരിക്കും. പക്ഷേ ആരെക്കൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റില്ല, അത് വേറെ കാര്യം. എന്നാലും നമ്മൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെച്ച് അതൊക്കെ കഴിച്ച് അവർ പള്ളിയിൽ പോയി നിസ്കരിച്ച് വന്നതിന് ശേഷം നമ്മൾ പത്തിരിയും ചോറും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അൽഹംദുലില്ലാ അടിപൊളിയായിട്ട് എല്ലാവരും കൂടിയിട്ട് ഈ നോമ്പും തുറന്നിട്ടുണ്ട്. ഇത് നോമ്പിൻ്റെ കുറച്ച് മുന്നേ എടുത്തിട്ടുള്ളതാണ്. ഏതായാലും പെരുന്നാളൊക്കെ ആയി. എന്നായാലും എപ്പോഴും ടൈമൊക്കെ കിട്ടുമ്പോൾ ഈ വീഡിയോയും എല്ലാവരും ഒന്ന് കണ്ടിട്ടൊന്ന് ഷെയർ ആക്കി കൊടുക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാഹ് നമുക്ക് വേഗത്തിൽ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.